ഈ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തു. അവർ പറഞ്ഞു, ഇനി സോപാനത്തിൽ വെക്കുന്ന കാശൊന്നും തിരുമേനിമാരെടുക്കാൻ പാടില്ല എന്ന്, അത് ദേവസ്വത്തിന് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഒരു തിരുമേനി എന്നോട് പറഞ്ഞു, സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, സ്വാമി ഇപ്പം അങ്ങനെ രക്ഷയില്ലാതെ ഇരിക്കണോ, ഇപ്പം നിങ്ങൾ പറഞ്ഞ വഴിപാടും ഇല്ല, ആളുകൾ ചെയ്യണില്ല. ഇപ്പം സോപാനത്തിൽ വല്ലതും വെച്ച് കഴിഞ്ഞാൽ അതും കിട്ടാതെ ഇരിക്കണമെന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തിനൊരു വഴി പറഞ്ഞു കൊടുത്തു. ഇനി സോപാനത്തിൽ ദേവസ്വം ബോർഡുകാർ വരുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ചു വെക്കുക. എന്നാൽ പിന്നെ ആരും എണ്ണയിൽ പൈസ വയ്ക്കില്ലല്ലോ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു തിരുമേനി പാവം പ്രസാദം കൊണ്ടുവരുന്നു അയാളുടെ കയ്യിൽ. അപ്പോൾ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾ 500 രൂപ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കണോ. ആ കാശ് സോപാനത്തിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തിരുമേനിയുടെ മനസ്സിലെന്താ വരിക? വെക്കല്ലടാ വെക്കല്ലടാ വെക്കല്ലടാ, താഴെ വെച്ച സർക്കാരിനാണ്, എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയാലേ എനിക്കാവുള്ളൂ. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ നിന്റെ തിരുമേനിയോട് പറയാം, ഒന്ന് അനുഗ്രഹിക്കുമെന്ന്. ആ പണം 500 രൂപ താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്താ അനുഗ്രഹം? നീ ഒരിക്കലും നേരെയാവരുതെന്ന്. കാരണം സർക്കാരിനെ നേരെയാക്കാനാ വന്നിരിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പൂജ ചെയ്തിട്ട് എനിക്ക് തരാതെ. എന്നാലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സപ്പോ ഒരു നിമിഷം പതറിയിട്ടുണ്ടാവുമോ? ഉണ്ടാവുമോ ഇല്ലയോ? അപ്പോ പറഞ്ഞു വരുന്നത് സൃഷ്ടി, ഈ വാക്ക് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം. എന്താണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ? സൃഷ്ടി എന്ന ശബ്ദത്തിന് നമ്മുടെ ഋഷിമാർ ഉത്തരം പറയുന്നത് പ്രകൃതിയുടെ പ്രകടമാവല്. ഇപ്പം എന്താ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ? പ്രകൃതി എന്ന് പറഞ്ഞാൽ വാസന എന്നാണ് അർത്ഥം. വാസനകൾ പ്രകടമാവുക. വാസന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെർഫ്യൂമാണോ? അല്ല. വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഉണ്ടാക്കി വെക്കുന്ന, നമ്മളിൽ അടിഞ്ഞുകൂടുന്ന അക്യുമുലേറ്റഡ് ഇംപ്രഷൻസ്, നിങ്ങളിൽ അടിഞ്ഞുകൂടുന്ന സംസ്കാരം, ചിന്തകൾ, ഇതാണ് വാസന. ഇതാണ് സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ രാവിലെ നിങ്ങൾ ഉണർന്നു വരുമ്പോൾ നിങ്ങൾ സൃഷ്ടിയിലേക്ക് വരികയാണ്. നിങ്ങളെ ഉണർത്തുന്നതും നിങ്ങളെ ഏതൊക്കെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നതും നിങ്ങളെ പ്രൊപ്പൽ ചെയ്യുന്ന, നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന ഘടകം നിങ്ങളുടെ ഉള്ളിലുള്ള വാസനകളാണ്. നോക്കൂ, നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഇവിടെ റൂമിൽ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും. ഒരാൾ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം അയാൾ ചെയ്യുന്നത്, ചിലവർ രാവിലെ എണീറ്റാൽ തുടങ്ങും പഴയ പുരാണം പറയാൻ. ചിലവർ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണോ, കുളിക്കണോ, സിസ്റ്റമാറ്റിക്കായി. ചിലവർ ശാന്തരായി ഒരു ഭാഗത്ത് ഇരിക്കണോ. ചിലവർ അപ്പോഴേ തുടങ്ങും ദുര്യോധനവധവും കർണവധവും. മനസ്സിലായില്ലേ? ചിലർക്കുണ്ടല്ലോ രാവിലെ തന്നെ ഭയങ്കര വർത്തമാനം പറയാനുള്ള സ്പിരിറ്റാണ്. എന്തോ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമുള്ളതുപോലെ. ഞാനൊരു അമ്മയെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഈശ്വര, അവര് ഓരോ ഫോണ് വന്നാൽ അരമണിക്കൂർ അവർക്ക്. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവരൊരു ഫോൺ എടുത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് നിർത്തിയ. ഞാൻ ചോദിച്ചു, ഇത്ര എളുപ്പത്തിലൊരു ഫോൺ ചെയ്ത് നിർത്തണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്. അപ്പോൾ അവരെന്നോട് പറയാം, അത് റോങ് നമ്പർ ആയിരുന്നു സ്വാമി, എന്നിട്ടും വിട്ടില്ല എന്നുള്ളതാണ്. നോക്കണേ അവരുടെ തൊലിക്കട്ടി. അപ്പൊ അങ്ങനെ വധിക്കാൻ കഴിവുള്ളവരുണ്ട്. ഒരാളെയും വെറുതെ വിടില്ല അവര്. ഇതേപോലെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസനകൾ അത് പ്രകടമാവും. ഈ പ്രകടമായ വാസനകളാണ് നിങ്ങളുടെ സമ്പത്ത്. ശരീരം ഇവിടെ ഉപേക്ഷിച്ചാലും ഈ വാസനകൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. വാസനകൾ ഇവിടെ നിന്നും പോകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് പ്രാണനും ചൂടും ഈ ശരീരത്തിൽ നിന്നും മനസ്സിനെ കൊണ്ടുപോകും. അങ്ങനെയാണ് നമുക്ക് ഈശ്വരൻ എന്നുള്ള പദം വന്നത്. ഈശ്വരൻ എന്നുള്ള പേര്, ഈശ്വരൻ എന്നുള്ള പദം വരാൻ കാരണം ഈ മനസ്സും പ്രാണനും അഗ്നിയും, ഇത് മൂന്നിനെയും ശരീരത്തിൽ ആകർഷിച്ച് നിലനിർത്തുന്ന അനന്ത ബോധശക്തിയാണ് ഈശ്വരൻ. ഈ എന്നതിന് മനസ്സെന്നും, ശ്വ എന്നതിന് പ്രാണനെന്നും, ര എന്നതിന് അഗ്നി എന്നും. ഒരു വ്യക്തി മരിക്കുമ്പോൾ അഗ്നിയും പ്രാണനും മനസ്സും ഈ ശരീരത്തിൽ നിന്നും പോകുന്നു. മനസ്സിലാവുണ്ടോ? എങ്ങോട്ട് പോകുന്നു? വേറൊരു ശരീരത്തിലേക്ക്. എങ്ങനെ മനസ്സിലായി വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു എന്ന്? നമ്മുടെ ഋഷിമാർ അതിനെ പറയാം പിതൃലോകം എന്നാണ്. ഈ പിണ്ടകർമ്മമൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കൂ. എന്താണ് ഈ പിതൃലോകം എന്ന് പറഞ്ഞാൽ? പിതൃലോകം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ളൊരു ലോകം അല്ലത്, ഇവിടെ തന്നെയാണത്.
പിതൃലോകം എന്ന് പറഞ്ഞാൽ പിതാവാൻ കഴിവുള്ള ഒരു ആണിന്റെ ശരീരത്തെയാണ് പിതൃലോകം. പിതൃ എന്ന് പറഞ്ഞാൽ പിതാവാൻ യോഗ്യതയുള്ള ഒരാളുടെ ശരീരം. അത് മൃഗമാവാം, മനുഷ്യനാവാം, ഏതുമാവാം. ഇപ്പൊ ഒരു ആണിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. എങ്ങനെ മനസ്സിലായി നമുക്ക്? കാരണം ആണുങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി സ്പേംസ് ശരീരത്തിലുണ്ട്. ആണുങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഒരുപാട് സ്പേംസുകളുണ്ട്. സ്പേം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞാവാൻ സാധ്യതയുള്ള ഒരു ജീവാത്മാവ്. മെഡിക്കൽ സയൻസ് തന്നെ തെളിയിക്കുന്നു. ആണിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന സ്പേം എടുത്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ആണുങ്ങളുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്പേമുകളുണ്ട്. അതിൽ ഒരു സ്പേം മാത്രമാണ് സ്ത്രീയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അണ്ഡവുമായി ചേർന്ന് ഒരു കുഞ്ഞായി രൂപാന്തരപ്പെടുന്നത്. ബാക്കിയുള്ള സ്പേമുകളൊക്കെ തള്ളിക്കളഞ്ഞു. വീണ്ടും ആ സ്പേമുകൾ, ആ മനസ്സ് വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഒരു പിതാവിൽ നിന്നും വേറൊരു പിതാവിലേക്ക് എത്ര കാലം? എവിടെയാണോ തനിക്ക് പറ്റുന്നൊരു ശരീരം കിട്ടുന്നത് അതുവരെ ഒരു ശരീരത്തിൽ നിന്നും വേറൊരു ശരീരത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് പോപ്പുലേഷൻ എത്രയാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് പോപ്പുലേഷൻ കൗണ്ട് ചെയ്യുന്നത് ശരീരത്തെ ബേസ് ചെയ്തിട്ടാണ്. പോപ്പുലേഷൻ ശരിക്ക് ശരീരത്തെ ബേസ് ചെയ്തിട്ടല്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ ആരും ആ ശരീരത്തെ കൗണ്ട് ചെയ്യാറില്ല. ഉണ്ടോ? ശരീരത്തെ ബേസ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഈവൻ മരിച്ചു കഴിഞ്ഞാലും ശരീരമുണ്ടല്ലോ, കൗണ്ട് ചെയ്തൂടെ? ഇപ്പൊ പോപ്പുലേഷൻ കൗണ്ട് ചെയ്യുന്നത് വെറും ശരീരത്തെയല്ല, ആ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. ആണോ? ചോദ്യം ഇതാണ്, ഇന്ന് സയൻസിന് മനസ്സിലാവാത്തത്, ശരീരം വിട്ടുകൊണ്ട് മനസ്സിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കഠോപനിഷത്ത് എന്നൊരു ഉപനിഷത്തിൽ 5 വയസ്സുള്ള കുട്ടി ഇതാണ് ചോദിച്ചത്. ചിലർ പറയണോ അത് എക്സിസ്റ്റ് ചെയ്യണമെന്ന്, ചിലർ പറയണോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ശരീരം വിട്ടുകൊണ്ട് മനസ്സ് എക്സിസ്റ്റ് ചെയ്യുമോ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സ് വീണ്ടും നിലനിൽക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം ഇവിടെ തന്നെയുണ്ട്. കൃഷ്ണൻ പറയും, ശൈശവം, ബാല്യം, കൗമാരം, ഈ സമയത്തുള്ള മനസ്സുകളൊക്കെ, ചിന്തകളൊക്കെ ആ ശരീരങ്ങൾ മരിച്ചു പോയിട്ടും ഇപ്പോഴും നിങ്ങളുടെ കൂടെ മരിക്കാതെ ഉണ്ട്. ബാല്യത്തിലെ കുറെ സംസ്കാരങ്ങള്, കൗമാരത്തിലെ കുറെ സ്മരണകള്, ആ ശരീരങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു, മരിച്ചുപോയി. പക്ഷെ ആ സ്മരണകളൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സമ്മതിക്കോ? ഉണ്ടോ ഇല്ലയോ? ഒരു ഭാഗം അത്. രണ്ടാമത്തെ ഒരു ഭാഗം നോക്കൂ നിങ്ങൾ. ഉറക്കം എന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ട്. ശരീരവുമായി മനസ്സിന് യാതൊരു ബന്ധവുമില്ല. ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് ഉറക്കത്തിൽ, പക്ഷേ മനസ്സിന്റെ സംസ്കാരങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ ശരീരം വിട്ടുകൊണ്ടും ആർക്ക് നിൽക്കാം? മനസ്സിന് നിൽക്കാം. ഒരാൾ ആക്സിഡന്റില് കൈകാലുകൾ മുറിക്കേണ്ടതായിട്ട് വന്നു. അയാളുടെ അവയവങ്ങൾ എടുത്തു മുറിച്ചു കളഞ്ഞാലും അയാളുടെ മനസ്സിനെ മുറിച്ചു കളയാൻ ഒരു ഓപ്പറേഷനും സാധ്യമല്ല. ശരിയാണോ? അപ്പൊ തീർച്ചയായിട്ടും ശരീരം മുറിഞ്ഞു പോയാലും ശ്രദ്ധിക്കൂ, മനസ്സ് മുറിഞ്ഞു പോകുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ശരീരവും മനസ്സും രണ്ടും രണ്ടാണ്. ഇത് മെഡിക്കൽ സയൻസിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളത് അറിയാത്തത്. പലപ്പോഴും മെഡിക്കൽ സയൻസ് ഉണ്ടല്ലോ അബദ്ധവും കാണിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് മരണം എന്ന് പറയുന്നത് തെറ്റായ നിർവചനമാണ് മെഡിക്കൽ സയൻസ് കൊടുത്തിരിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഓഫ് ദ ഫങ്ഷൻസ് എന്നാണ് അവർ പഠിച്ചിരിക്കുന്നത്. വെൻ യുവർ ഹാർട്ട് സ്റ്റോപ്സ്, വെൻ യുവർ ലങ് സ്റ്റോപ്സ്, വെൻ യുവർ ലിവർ സ്റ്റോപ്സ്, അപ്പൊ നിങ്ങൾ മരിച്ചു എന്നാണ്. ഈ സിസ്റ്റങ്ങളൊക്കെ നിന്നാലും പ്രാണൻ ശരീരം വിട്ടുപോകണം എന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാരെ മരിച്ചു എന്ന് പറയുന്ന വ്യക്തികൾ വീണ്ടും ഉണർത്തെഴുന്നേറ്റൊക്കെ വരുന്നത്. ഭാരതീയർ മരണത്തെ നിർവചിക്കുന്നത് നോക്കൂ, ഇത്ര നല്ലൊരു നിർവചനം നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റില്ല. ഡെത്ത് ഈസ് ഡിഫൈൻഡ്. എന്താണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ?
പ്രാണനും അഗ്നിയും മനസ്സും ശരീരം വിട്ടുപോകുന്നതാണ് മരണം. ഈ മൂന്നും ശരീരം വിട്ടുപോകുന്നതാണ്. മെഡിക്കൽ സയൻസിന് വിട്ടുപോകുന്നതല്ല മരണം, ഫങ്ഷൻസ് നിന്നു പോകുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഹാർട്ടും ഒന്നും പ്രവർത്തിക്കില്ല. ഒരു തട്ട് കൊടുക്കുമ്പോഴാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം നോക്കൂ, ഇതൊന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും ജീവൻ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത്. ദാറ്റ്സ് എ പ്രൂഫ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോഴും മെഡിക്കൽ സയൻസിന് ഉത്തരവില്ല ഇതിനൊന്നും. ചില കുട്ടികളുടെ ഹാർട്ട് ഫങ്ഷൻ ചെയ്യില്ല, ലങ്സ് ഫങ്ഷൻ ചെയ്യില്ല, സ്റ്റിൽ ബോൺ. പക്ഷെ ചില സമയത്ത് ഒരു ഒറ്റ അടി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ. അപ്പോൾ അത് കണക്ട് ചെയ്യണമെങ്കിൽ ആ കണക്ട് ചെയ്യാനുള്ള ജീവശക്തി നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഫങ്ഷൻസ് നിന്നാലും ആള് മരിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം മരിച്ചു കിടത്തുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ മൈൻഡ് അട്രാക്റ്റഡ് ആണ്, ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. മകന്റെ മരണത്തിൽ ദുഃഖിക്കുന്നു, ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖിക്കുന്നു, ഭാര്യയുടെ മരണത്തിൽ ദുഃഖിക്കുന്നു, ഏതെങ്കിലും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്നു എങ്കിൽ യുവർ മൈൻഡ് ഫ്ലോസ് ടുവേർഡ്സ് ദാറ്റ്. ദാറ്റ് മീൻസ് യുവർ മൈൻഡ് അട്രാക്ട്. അതിന് നിങ്ങളുടെ മൈൻഡ് വാല്യൂ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പുറത്ത് കിടക്കാനുള്ള വഴി എന്താണ്? ഒരു കുട്ടി, ചെറിയ കുട്ടി, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് രാവിലെ അച്ഛൻ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പം രാവിലെ തന്നെ കൊഞ്ചിക്കൊണ്ട് കുട്ടിയെ എടുത്തു അച്ഛൻ. അപ്പൂന്നൊക്കെ പറഞ്ഞതിനെ കൊഞ്ചിച്ച് കുട്ടിയെടുത്തപ്പോൾ, ചെറിയ കുട്ടികളല്ലേ, അത് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട് വലിച്ചെടുത്തു. 500 രൂപയുടെ നോട്ടാണ്. ചെറിയ കുട്ടിക്ക് എന്ത് കിട്ടിയാലും അത് വായിലേക്കേ പോവുള്ളൂ. അത് ആ നോട്ടിൽ മുഴുവൻ വെള്ളം നിറഞ്ഞ് അതിങ്ങനെ വായിൽ വെക്കുമ്പോൾ, കുട്ടിയാണെങ്കിൽ വിട്ട് കൊടുക്കണമില്ല, അത് വായിൽ വെച്ചിങ്ങനെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ദുർവാസാവിൻ്റെ എല്ലാ സ്വഭാവവും കയറി വരുന്നുണ്ട്. ബുദ്ധിയുള്ള അമ്മ എന്തെങ്കിലും ഒരു സാധനം, ഒരു കാൻഡി, എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും കുട്ടിക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമാണ് കുട്ടി 500 രൂപ താഴെ ഇട്ടു, കുട്ടിക്ക് അതേ വേണ്ടു. ഇതുപോലെ നിങ്ങളുടെ മനസ്സ് ഏതിൽ നിന്ന് ഉയരണം നിങ്ങൾ വിചാരിക്കണോ അത് വിടണമെങ്കിൽ മനസ്സ് മറ്റൊന്നിനെ പിടിച്ചിരിക്കണം. ഈ പിടുത്തം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഈസ് ദാറ്റ് വിച്ച് ഹെൽപ്പ് യു ടു അട്രാക്ട്. ഏതിലേക്കാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത്? നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് പരമാത്മാവിലേക്ക് മനസ്സിനെ ആകർഷിപ്പിക്കാനുള്ള ഒരു പരിശീലനമാണ് ധ്യാനം. ഇത് നിങ്ങൾ നിരന്തരം ചെയ്യും തോറും നിങ്ങൾ എന്തുണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിനെതിരെ ഒഴുകുകയാണ് നിങ്ങൾ. ഭാര്യയും ഭർത്താവും ഭാര്യയുടെ അമ്മയും ഒരു 3 പേരൊരു യാത്ര പോവാണ്. ഒരു തോണി കടന്നിട്ട് വേണം ഇവർക്ക് പോകാൻ. ആ ദിവസമാണെങ്കിൽ നല്ല ഒഴുക്കുള്ള ദിവസവും തോണിയാണെങ്കിൽ ബാലൻസ് ഇല്ല. അപ്പൊ തോണിക്കാരൻ പറയേണ്ടത് നല്ലോണം മുറുകെ പിടിക്കാൻ പറഞ്ഞു. പക്ഷേ പറഞ്ഞതിനപ്പുറം അമ്മായിയമ്മ ഇരുന്ന ഭാഗം ചരിഞ്ഞു, അമ്മായിയമ്മ താഴോട്ട് വീണു. നോക്കുമ്പോൾ അമ്മായിയമ്മ ഒഴുകുന്നുണ്ട്. മരുമകനല്ലേ, രക്ഷപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ. ഒരൊറ്റ ചാട്ടം വെള്ളത്തിലേക്ക്. എന്നിട്ട് മരുമകൻ എന്ത് ചെയ്തു വെച്ചാൽ ഒഴുക്കിനെതിരെ മുകളിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പൊ തോണിക്കാരൻ വിളിച്ചു പറഞ്ഞോ, ഇതെന്ത് വിഡിത്തമാണ് കാണിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ ഒഴുകണത്? നിങ്ങളുടെ അമ്മ, അവർക്ക് അദ്ദേഹത്തിന് അറിയില്ല, നിങ്ങളുടെ അമ്മായിയമ്മയോ അമ്മയോ താഴോട്ടാണ് ഒഴുകിയിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് ഒഴുകണത്? അപ്പൊ അതേ ഉറക്കം വിളിച്ചു പറയാണ്, നിങ്ങൾക്ക് എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം അറിയില്ല, അവരിന്നേ വരെ ഒഴുക്കിന് അനുകൂലമായി പോയിട്ടില്ല. ഇത്രയും കാലം അവർ ഒഴുക്കിന് എതിരാണ്. എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റേ പറയില്ല അവര്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരെ ഞാൻ ഒഴുക്കിന് അനുകൂലമായി തപ്പിയ കിട്ടില്ല. അവരെ കിട്ടണമെങ്കിൽ അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒഴുക്കിനെതിരെ തന്നെ പോകണം. നിങ്ങളുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെയുള്ളൊരു യാത്രയാണ്. ആകർഷിപ്പിക്കുകയാണ് മനസ്സിനെ. ഏതിലേക്ക്? പരമാത്മാവിൽ. ഇത് എത്ര കണ്ട് സംഭവിക്കുന്നുണ്ടോ അത്ര കണ്ട് നിങ്ങളുടെ ഉള്ളിൽ വികർഷണം വരും. പൂർവജന്മാർജിത സ്വഭാവം, അതിൽ നിന്ന് മനസ്സ്
വികർഷിക്കപ്പെടും. എത്ര വികർഷണമുണ്ടോ അത്ര ദുഃഖത്തിന് ശമനമുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പകാലത്തിൽ ദുഃഖം വേഗം കുറഞ്ഞു വരുന്നത്, പ്രായം കൂടുന്തോറും ദുഃഖം കൂടുന്നത്. കാരണം ചെറുപ്പകാലത്തിൽ നമുക്ക് വേഗം മൈൻഡിനെ മറ്റൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രായം കൂടുന്തോറും ഈ ഡൈവേർട്ട് ചെയ്യാനുള്ള പവർ കുറഞ്ഞു വരും. പ്രായം കൂടുന്നവര് ദുഃഖിക്കുന്നതിനുള്ള കാരണവും അതാണ്. അപ്പൊ നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ മനസ്സിലാക്കണം, അതിന് വേറൊന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ടാവണം. അതുകൊണ്ട് എത്ര നിങ്ങൾ സിൻസിയറായി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് അതിന്റെ ആകർഷണം കൂടിക്കൊണ്ടുവരും. ഒരു വശത്ത് ആകർഷണം കൂടുന്തോറും മറുവശത്ത് അതിന്റെ ആകർഷണം കുറയും. കാരണം മനസ്സിനൊരു പ്രത്യേകത ഉള്ളത്, ഒന്നിനോട് ആകർഷണം തോന്നുമ്പോൾ മറ്റൊന്നിനോടുള്ള ആകർഷണം കുറയും. അതാണ് മനസ്സിന്റെ സൈക്കോളജി. തെളിവുണ്ടല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കണോ, ഭാര്യാഭർത്താവായിട്ട് ജീവിക്കണോ, ആ ഭാര്യാഭർത്ത ബന്ധം എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നോ അത്രത്തോളം സ്വന്തം അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടുമുള്ള സ്നേഹം കുറഞ്ഞു വരും. നമ്മുടെ സ്വന്തം അനുഭവമാണ്, സ്വന്തം വീട്ടിലെ അനുഭവമാണ്. ആണോ അല്ലയോ? ഇത് തന്നെയാണ് നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോഴും സംഭവിക്കുക. നിങ്ങൾ എത്രത്തോളം സിൻസിയറായി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ലൗകിക കാര്യത്തിൽ നിന്നും വേഗം പുറത്തു വരാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും, ആരും അല്ല ദുഃഖത്തിന് കാരണം, കൈകേകിയോ മന്ദരയോ അല്ല ദുഃഖത്തിന് കാരണം, പൂർവജന്മാർജിത കർമ്മമത്രേ. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്തവതിനാരും ഉൾക്കാമ്പിലോട്ടു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃത. തോന്നുന്നത് ജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതുമേ. വളരെ മനോഹരമാണ് ഈ വാക്കുകൾ. ഒരാൾ സുഖം തരണോ വേറൊരാൾ ദുഃഖം തരണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതിന് കാരണം യുവർ മൈൻഡ് ഈസ് സോ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് പേഴ്സൺ. നിങ്ങളുടെ മനസ്സ് വളരെ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എപ്പോ നിങ്ങൾക്ക് ആ ഇഷ്ടം കുറയുന്നോ അതോടുകൂടി നിങ്ങൾക്ക് സുഖം കുറഞ്ഞു വരും. സുഖവും ദുഃഖവും ഇരിക്കുന്നത് വാസ്തവത്തിൽ ബന്ധങ്ങളിലല്ല, മനസ്സിന്റെ സമീപനത്തിലാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കൂടെ നിങ്ങൾക്ക് സുഖം കൂടും, ഇഷ്ടപ്പെടാത്തവരുടെ കൂടെ സുഖം കുറയും. അതാണ് അതിന്റെ സത്യം. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ ശരിയായ സുഖവും ശരിയായ സന്തോഷവുമൊക്കെ എപ്പോഴാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായൊരു ധ്യാനത്തിലൂടെ മനസ്സിനെ ആരിലേക്ക് ആകർഷിപ്പിക്കണം? പരമാത്മാവിലേക്ക്. ഇങ്ങനെ നമ്മൾ പരിശീലനം നേടിക്കഴിഞ്ഞാൽ, ഈ ധ്യാനത്തിലൂടെ പരിശീലനം നേടുന്തോറും മനസ്സ് ക്രമേണ പരമാത്മാവിലേക്ക് അടുത്ത്. ഭഗവാൻ ഗീതയിൽ പറയും, കാലം കൊണ്ട് ഈ പറയുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. there is no doubt എന്നാണ്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. കാലേന ആത്മനി വിന്ദതി. കാലം കൊണ്ട് ആത്മനി പരമാത്മനി വിന്ദതി നിങ്ങൾ കൈവരിക്കും. ഈ ജ്ഞാനത്തിന് സദൃശം ജ്ഞാനം വേറെ ഇല്ല. ഏതാണ് ജ്ഞാനം? ഏതാണ് ഇവിടുത്തെ ജ്ഞാനം? ഞാൻ എന്ന് പറയുന്നത് തത്വമസി. ഞാൻ എന്ന് പറയുന്നത് പൂർണ്ണമായ ബോധത്തിന്റെ അംശമാണ്, ഭാഗമാണ്. ഇപ്പോ ഞാൻ ഇരിക്കുന്നത് പ്രാണന്റെ കൂടെയാണ്. എന്നെ പലയിടത്തേക്കും വലിച്ചു കൊണ്ടുപോകുന്നത് പ്രാണനാണ്. എൻ്റെ മനസ്സിനെ ഞാൻ ആരിലേക്ക് ആകർഷിപ്പിക്കണം? അങ്ങനെ നിരന്തരം ഞാൻ ആകർഷിപ്പിക്കപ്പെടുകയാണെങ്കിൽ ധ്യാനത്തിലൂടെ നഹി ജ്ഞാനേന സദൃശം, ഈ ജ്ഞാനം ഇതിന് സദൃശമായി വേറെ ഒന്നും ഇല്ല. തത് സ്വയം ക്രമേണ കാലേന ആത്മനി വിന്ദതി. യോഗ സംസിദ്ധ എന്ന് പറഞ്ഞാൽ നിരന്തരമായ യോഗ അഭ്യാസം കൊണ്ട്, ധ്യാന അഭ്യാസം കൊണ്ട് കാലേന ആത്മനി വിന്ദതി. കാലം കൊണ്ട് പരമാത്മനി വിന്ദതി. മനസ്സ് ആരിലേക്ക് ഉയരും? നോക്കൂ, ഇത്ര ക്ലാരിറ്റിയാണ് കൃഷ്ണൻ തരുന്നത്. ഇത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ദുഃഖം കുറയും. അപ്പൊ ദുഃഖം ശ്രദ്ധിക്കണം, ഈ വാക്കുകളുടെ അർത്ഥം പഠിക്കണം. ദുഃഖം എന്ന ശബ്ദത്തിനർത്ഥം മനസ്സ്
നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന, വാല്യൂ ചെയ്തിരിക്കുന്ന, വില കൽപ്പിച്ചിരിക്കുന്ന ഒന്നിൽ കുരുങ്ങിക്കിടക്കുന്നതാണ് ദുഃഖം. ദ എൻറ്റാങ്കിൾമെന്റ് ഓഫ് ദ മൈൻഡ് വേർ യു വാല്യൂ, അതാണ് നിങ്ങളുടെ ദുഃഖം. എവിടെയോ മൈൻഡ് പോയി എൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്, എൻറ്റാങ്കിൾ ചെയ്തിരിക്കുകയാണ്, അത് കുരുങ്ങിക്കിടത്തിരിക്കുകയാണ്. സുഖം എന്ന് പറയുന്നത് മനസ്സ് അതിൽ നിന്നും ഡൈവേർഷൻ ഓഫ് ദ മൈൻഡ്. ആൻഡ് എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം മൈൻഡ്? ഫോഴ്സ്ഫുൾ ഡൈവേർഷൻ അല്ല, ഒരു നാച്ചുറൽ ഡൈവേർഷൻ. നിങ്ങൾ ഫോഴ്സ് ചെയ്യാതെ തന്നെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വരുന്നുവെങ്കിൽ നിങ്ങൾ ദുഃഖത്തിൽ നിന്നും മുക്തരാണ്. പക്ഷെ ആ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, ഒരു വശത്ത് ബന്ധിതമായ മനസ്സിനെ നിങ്ങൾ വേറൊരിടത്തേക്ക് നിരന്തരമായി ആകർഷിപ്പിച്ച് പരിശീലിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ ധ്യാനം ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈൻഡ് ബംപ് ചെയ്യാൻ തുടങ്ങും. ഒരിടത്ത് പോകും, ടപ്പ് തിരിച്ചു പോരും. ഇതിന്റെ പേരാണ് സമബുദ്ധി എന്ന് പറയുന്നത്. ഒന്നിലും മനസ്സ് കുരുങ്ങി നിൽക്കില്ല എന്നർത്ഥം. അതിന്ന് വേഗം പുറത്തു വരും. ഇങ്ങനെ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരമായി. അതുകൊണ്ട് ഭാരതീയ ഋഷീശ്വരന്മാര് സ്വർഗം നരകം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ്. മരിച്ചതിന് ശേഷം സ്വർഗവും നരകവും ഇല്ല.